എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൽ ഇഞ്ചോടിഞ്ചിൽ നിന്ന് മത്സരിക്കാൻ റെഡി ആയിട്ടുള്ള മത്സരാർത്ഥികളെയാണ് നിങ്ങൾ കാണുന്നത്. നമുക്ക് അവരെ ഓരോരുത്തരെയായി ഒന്ന് പരിചയപ്പെട്ടാലോ. എന്താ പേര്? ആമിന, നൗറി, വികേഷ്, ശരൺ. ഓക്കെ, അപ്പോൾ നമ്മളെല്ലാവരെയും പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി എന്താണ് ഇഞ്ചോടിഞ്ച് പ്രോഗ്രാം എന്നതിനെക്കുറിച്ച് ഞാനൊന്ന് പരിചയപ്പെടുത്താം. 10 രസകരമായ കുസൃതി ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിന് രസകരമായ ആൻസറാണ് ഞാൻ നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. 20 സെക്കൻഡിനുള്ളിൽ ആൻസർ പറയണം. ആരാണോ ഏറ്റവും കൂടുതൽ ആൻസർ പറയുന്നത് അവരാണ് ഇന്നത്തെ ഇഞ്ചോടിഞ്ച് പ്രോഗ്രാമിൻ്റെ വിജയി. മനസ്സിലായോ? ഓക്കെ, മനസ്സിലായി. വർക്ക് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നു? ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കഴിക്കാൻ പറ്റാത്ത അട ഏതാണ്? പാലട കഴിക്കുമല്ലോ. കഴിക്കാൻ പറ്റാത്ത അട ഏതാണ്? അട കഴിക്കാൻ പറ്റാത്ത അല്ല. അതും വരാം, പക്ഷെ ആൻസർ അതല്ല. യെസ്, ശരി. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. കഴിക്കാൻ പറ്റാത്ത അട. കിറ്റ് ചെയ്തല്ലേ ശരണും വികേഷും. ആമിന, പേരെന്താ? നൗറി. നല്ല പേര് കേട്ടാ. ഒന്നും പറയാനില്ല. ഇവർ രണ്ടുപേരും കിറ്റ് ചെയ്തു. നിങ്ങളോ? അറിയത്തില്ല. കന്നഡ. ആൻസർ എന്താ? കന്നഡ. അറിഞ്ഞില്ല. ഓ, തരാമേ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. ഒരിക്കലും മണക്കാൻ പറ്റില്ല, രുചിച്ചു നോക്കാൻ പറ്റും. എന്താണത്? ഒരിക്കലും മണക്കാൻ പറ്റില്ല, രുചിച്ചു നോക്കാൻ പറ്റും. എന്താണത്? ക്ലൂ വേണമെങ്കിൽ തരാം. നമ്മുടെ ഒരു ശരീരഭാഗമാണ്. പാഴ്സൽ ബോർഡ്. നമുക്കെല്ലാവർക്കും ഉള്ള ഒരു സാധനമാണ്, ശരീരത്തിന്റെ ഒരു ഭാഗമാണ്. എന്താണത്? എന്തുവാടാ? അല്ല, രുചിച്ചു നോക്കാൻ പറ്റും എന്നാൽ മണക്കാൻ പറ്റില്ല. എന്താണത്? അല്ല. മൂക്ക് വെച്ച് എങ്ങനെയാ രുചിക്കണേ? എന്തുവാ? അവന് മാത്രം പറ്റൂല്ലേ? യെസ്, ആണ്. നാക്കാണ്. ഇവിടെ പറഞ്ഞായിരുന്നു. ശരി, ഞാൻ കേട്ടില്ല കേട്ടാ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യാം കേട്ടോ. നമുക്ക് വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാമേ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. വരയ്ക്കാൻ പറ്റാത്ത ഭാവന ഏതാണ്? വരയ്ക്കാൻ പറ്റാത്ത ഭാവന ഏതാണ്? ഓപ്ഷൻസ്. ഭാവനയുടെ ഫ്രണ്ടിൽ ഒരു വേർഡും കൂടെ ചേർത്താൽ മതി. ഒരു വേർഡ് പ്ലസ് ഒരു ചിഹ്നം, അപ്പോഴത്തേക്ക് ആൻസറായി. വരയ്ക്കാൻ പറ്റാത്ത ഭാവന. എന്താണത്? നിങ്ങൾ ഗ്രൂപ്പാടേ. നിങ്ങൾ രണ്ടുപേരും ഒരു ഗ്രൂപ്പ്, ഇവർ രണ്ടുപേരും ഒരു ഗ്രൂപ്പ്. പറയൂ. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ ഇത് കൊടുക്കാറുണ്ട്. എന്താണത്? എല്ലാവരുടെ കല്യാണം. ഓ, എല്ലാത്തിലും ഈ സംഭവം കാണും. പറഞ്ഞു. അല്ല, ഭാവനയുടെ ഫ്രണ്ടിൽ ഒരു ലെറ്ററും ഒരു ചിഹ്നവും ചേരുമ്പോഴത്തേക്ക് ആൻസറായി. സംഭാവന. കറക്റ്റ് ആൻസർ. നൂറിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുന്നു. നൗറിക്ക് ഒരു പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നല്ലൊരു ക്ലാപ്പ്. എന്തോടെ നീ കൈയടിക്കാത്തത്? അങ്ങനെ കൈയടിക്കണം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ. കാലുകൊണ്ട് ഭക്ഷണം കഴിച്ച് തല കൊണ്ട് മുട്ടയിടുന്നത് ആരാണ്? കാലുകൊണ്ട് ഭക്ഷണം കഴിച്ച് തല കൊണ്ട് മുട്ടയിടുന്നത് അല്ല. തല കൊണ്ട് മുട്ടയിടും. സത്യത്തിൽ അങ്ങനെയാണോ മുട്ടയിടുന്നത്? എന്ത് വിശാലമായ ചിന്താഗതി! ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ. അല്ല, കാലുകൊണ്ട് ഭക്ഷണം കഴിച്ച് തല കൊണ്ട് മുട്ടയിടും. ക്ലൂ ദേ ഇവിടെയൊക്കെ നിൽപ്പുണ്ട് ആ സാധനം. എന്താണുള്ളത്? ഒരു വൃക്ഷമാണത്. പറഞ്ഞോളൂ. മാവാണോ? അല്ല. ഇവിടെ മാവ് വയ്ക്കണ്ട.
ആ ഇവിടെയൊക്കെ നിപ്പുണ്ട് സാധനം. പറഞ്ഞു. കാല് കൊണ്ട് ഭക്ഷണം കഴിച്ച് തല കൊണ്ട് മുട്ടയിടും. തെങ്ങെന്ന് ഇവിടെ അല്ലേ പറഞ്ഞേ? അപ്പൊ ആമിനെയാണ് ആൻസർ പറഞ്ഞത്. അപ്പോൾ ആമിനയ്ക്ക് നല്ലൊരു ക്ലാപ്പ്. എന്തോടെ ആമിനെയാണ് ആൻസർ പറഞ്ഞത് പറഞ്ഞ് ഭയങ്കര ഒരു കയ്യടിയായിരുന്നു. ഓക്കെ, ഇനി എത്രാമത്തെ ക്വസ്റ്റ്യനാ? നാലാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, നാലാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ആരാ ഇപ്പൊ മുന്നിട്ട് നിൽക്കുന്നത്? ഈക്വൽ. അപ്പോൾ നൗറിയും ആമിനയും തമ്മിലുള്ള ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ ഇപ്പോൾ തൽക്കാലം കളിക്കുന്നില്ല, പിന്നീടേ കളിക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ. കാലും നഖവും ഉണ്ടെങ്കിലും വിരലുകൾ ഇല്ലാത്ത ജീവി ഏതാണ്? കാലും നഖവും ഉണ്ടെങ്കിലും വിരലുകൾ ഇല്ലാത്ത ജീവി ഏതാണ്? പറഞ്ഞു. ആന. കറക്റ്റ് ആൻസർ. അപ്പോൾ ശരണം കൂടി മത്സരത്തിലേക്ക് കടന്നിരിക്കുകയാണ്. നല്ലൊരു കയ്യടി. പാട്ട് പാടോ? പാട്ട് പാടാൻ അറിയില്ല? പാട്ട് പാടോ? എല്ലാവരും കൂടെ ഒരുമിച്ചൊരു പാട്ട് പാടി തരോ? ആര്? ഒരു ഡാൻസ് കളിക്കോ? ഇവിടെ കളിച്ചാൽ മതി. ഇവിടെ പ്ലേസ് ഉണ്ട്. അയ്യേ, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. അയ്യോ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചേ? അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഒരു മാവിലുള്ള മാങ്ങ ഒരു കണ്ണ് പൊട്ടൻ കൃത്യമായി എണ്ണിപ്പറഞ്ഞു. എങ്ങനെ? ഒരു കണ്ണേ ഇല്ലാതുള്ളൂ. കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ നൗറിക്ക് 2 പോയിന്റ് കിട്ടിയിരിക്കുകയാണ്. നല്ലൊരു ക്ലാസ്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. ആറാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തം. അതിന് പ്രത്യേകിച്ച് ക്ലൂ ഒന്നും തരാൻ പറ്റത്തില്ല. ഭൂമി സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? എന്തോടെ പറഞ്ഞു? അച്ചുതണ്ട് അറിയത്തില്ലേ ഭൂമിയുടെ? കണ്ടിട്ടുണ്ടോ? കറങ്ങുന്നത് എന്തുകൊണ്ടാണ്? കുസൃത ചോദ്യമല്ലേ, അപ്പോൾ അതനുസരിച്ചുള്ള ആൻസർ പറയണം. നിൽക്കാൻ അറിയാത്തത് കൊണ്ട്. ആ, ഏകദേശം ആൻസറിന്റെ അടുത്തായി. എങ്കിലും നമുക്ക് മാർക്ക് കൊടുക്കാൻ പറ്റും. കാര്യം എന്ന് വെച്ചാൽ ഭൂമിക്ക് ഓടാനോ നടക്കാനോ ഒന്നും സാധിക്കാത്തത് കൊണ്ടാണ് കറങ്ങുന്നത് എന്നാണ് അതിന്റെ ആൻസർ. പക്ഷേ നൗറി പറഞ്ഞത് ശരിയായ ഒരു കാര്യമാണ്. അപ്പോൾ ഒരു പോയിന്റ് കൊടുത്തിരിക്കുന്നു. എത്ര മാർക്ക്? 3. അപ്പോൾ ഇന്നത്തെ വിജയി ആരായിരിക്കും? അതൊന്നും പറയാൻ പറ്റത്തില്ല, ഇനിയും ക്വസ്റ്റ്യൻസ് ഉണ്ട്. എട്ടാമത്തെ ക്വസ്റ്റ്യൻ. എത്രാമത്തെ ക്വസ്റ്റ്യനാ? ഏഴാമത്തെ ക്വസ്റ്റ്യനാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ. ഒരു റൂമിൽ 6 പേർ കിടന്നുറങ്ങുകയായിരുന്നു. അതിൽ 2 പേരെ മാത്രം കൊതുക് കുത്തിയില്ല. എന്തുകൊണ്ട്? ഇവിടെ കേട്ടിട്ടുണ്ട്. ഒരു റൂമിൽ 6 പേർ. യെസ്, കറക്റ്റ് ആൻസർ. ആമിന. ആമിനയ്ക്ക് എത്ര പോയിന്റ് ആയി? 2. ഇവിടെ 3, അവിടെ 1. 0. നീ അടുത്ത ദിവസം ചോദിക്കട്ടെ. പാട്ടൊന്നും പാടാൻ ആർക്ക്? എല്ലാരും കൂടെ ഒരുമിച്ചൊരു പാട്ട് പാടോ? അതെന്താ പാട്ട് പാടാത്ത? ഇത് എല്ലാവരും കാണുന്ന ചാനലാണ്. നിങ്ങൾക്ക് ഫേമസ് ആവാം. അടുത്ത എത്രാമത്തെ ക്വസ്റ്റ്യനാ? എട്ടാമത്തെ ക്വസ്റ്റ്യൻ. ഞാൻ കറുത്തിട്ടാണ്, തടിയിൽ ചുറ്റപ്പെട്ട എന്നിൽ ധാരാളം നിറങ്ങളും അക്ഷരങ്ങളും ഉണ്ട്. ആരാണെന്ന് പറയാമോ? ഞാൻ കറുത്തിട്ടാണ്. ക്ലൂ. കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ്. വലിയ ആൾക്കാരും ഉപയോഗിക്കും, പക്ഷേ ഞങ്ങൾക്കൊന്നും അതിന് അത്ര വലിയ യൂസ് ഇല്ല. ഭയങ്കരം തന്നെ. ഞാൻ കറുത്തിട്ടാണ്, തടിയിൽ ചുറ്റപ്പെട്ട എന്നിൽ ധാരാളം നിറങ്ങളും അക്ഷരങ്ങളും ഉണ്ട്. ആരാണെന്ന് പറയാമോ?
കുട്ടികളൊക്കെ ഉപയോഗിക്കുന്ന ഓപ്ഷൻസ് നിങ്ങളിപ്പോൾ പറയില്ലേ? കോടീശ്വരൻ പ്രോഗ്രാം അല്ലല്ലോ. എഴുതാൻ ഉപയോഗിക്കുന്ന സാധനമാണ്. പെൻസിൽ. കറക്റ്റ് ആൻസർ. അപ്പോൾ എന്താ പേര്? വികേഷ്. അപ്പോൾ വികേഷ് ഉണർന്നിരിക്കുകയാണ്. ഇനി ആകെ 2 ക്വസ്റ്റ്യനേ ഉള്ളൂ. അതിനിടയ്ക്ക് വികേഷ് ഉണർന്നു. അടുത്ത 9ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ടുഡേ കഴിഞ്ഞ് യെസ്റ്റർഡേ വരുന്നത് എവിടെയാണ്? ടുഡേ കഴിഞ്ഞ് യെസ്റ്റർഡേ വരുന്നത് എവിടെയാണ്? ടുഡേ കഴിഞ്ഞ് യെസ്റ്റർഡേ വരുന്നത് എവിടെയാണ്? ഇതൊരു ബുക്കാണ്. അല്ല. നോ. ഞങ്ങൾ വലിയ ആൾക്കാരാണ് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. കുട്ടികൾക്ക് അങ്ങനെ അറിയില്ല ആ ബുക്ക് നോക്കാൻ. ടുഡേ കഴിഞ്ഞ് യെസ്റ്റർഡേ വരുന്നത് ഏതിലാണ്? അറിയത്തില്ല. ഓപ്ഷൻ തന്നാലും പറയാൻ ചാൻസ് ഇല്ല. ഡായിൽ തുടങ്ങും. ഡാ. ടൈം ഔട്ടായി. ഡിക്ഷണറി. ടുഡേ കഴിഞ്ഞ് യെസ്റ്റർഡേ വരും. ലെറ്റർ വെച്ച് നോക്കുമ്പോഴത്തേക്കും. ഓ അങ്ങനെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണേ. ഗ്ലാസ്സിൽ പഞ്ചസാര ഇളക്കുന്നത് ഇടതു കൈ കൊണ്ടാണോ വലതു കൈ കൊണ്ടാണോ? സ്പൂണുണ്ട്. ഇവിടെ ആൻസർ പറഞ്ഞു. ഒരുമിച്ചാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അടി കൂടാൻ എനിക്ക് വയ്യ. ക്വസ്റ്റ്യൻ ക്യാൻസൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്കിന് ആവശ്യമില്ലാത്തത് എന്ത്? ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് അതിന് ആവശ്യമില്ലാത്തത് എന്ത്? സ്റ്റാൻഡ്. കറക്റ്റ് ആൻസർ. അപ്പോൾ 3-3. ആരും അങ്ങനെ ആൻസർ പറയാത്തൊരു ക്വസ്റ്റ്യൻ ആണ്. എന്ത് വിശാലമായ ചിന്താഗതി. ഇത് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറയാൻ പറഞ്ഞേ? അപ്പോൾ ഇന്ന് ആമിനെയും നൗറിയും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ആരാണ് വിജയം എന്ന് കണ്ടെത്തിയില്ല. എന്തായാലും ഒരു ക്വസ്റ്റ്യനോട് കൂടി അത് അവസാനിപ്പിക്കും. ഇനി നിങ്ങൾ തമ്മിലുള്ള ഒരു മത്സരമാണ് കേട്ടോ. ആര് ആൻസർ പറയുന്നു അവരാണ് ഇന്നത്തെ വിജയി. കട്ടയ്ക്ക് നിൽക്കുന്നു. ഇനിയിപ്പോൾ അങ്ങനെ പറയാലോ. ഓക്കെ. എല്ലാവരെയും ബോറടിപ്പിക്കുന്ന ആയുധം ഏതാണ്? കുസൃത ചോദ്യ. എല്ലാവരെയും ബോറടിപ്പിക്കുന്ന ആയുധം. ക്ലൂ. ഞങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ, എല്ലാവരുടെ വീട്ടിലെ അടുക്കളയിലും ഈ ഒരു സാധനമുണ്ട്, ഈ ഒരു ആയുധമുണ്ട്. എന്താണ്? കിച്ചൺ മാറ്റി പിടിക്കാനോ? കിച്ചണിൽ കയറാറില്ലല്ലേ? എല്ലാവരെയും ബോറടിപ്പിക്കുന്ന ഒരു സാധനം. ഏത്? ആയുധം. ഓക്കെ. അപ്പോൾ രണ്ടുപേരും കിറ്റ് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു ആനയോളം വലുത് എന്നാൽ തീരെ ഭാരമില്ല. എന്താണത്? ഒരു ആനയോളം വലുത് എന്നാൽ തീരെ ഭാരമില്ലാത്ത ഒരു സാധനം. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള സാധനമാണ്. ഈ ലോകത്തുള്ള എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട്. വലിപ്പമുണ്ട് എന്നാൽ തീരെ ഭാരമില്ലാത്ത സാധനം.
അറിയാമോ? എപ്പോഴും കൊണ്ട് നടക്കോ? എപ്പോഴും ഞങ്ങളവിടെ കാണും. മാറ്റി വയ്ക്കാൻ പറ്റത്തില്ല. നിഴൽ. അവിടെ ആൻസർ പറഞ്ഞു എങ്കിലും ടൈം ഔട്ടായി. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിഴലാണ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ. അവൻ എച്ചി ആവുന്നത് എപ്പോൾ? അവൻ എച്ചി ആവുന്നത് എപ്പോൾ? ഇംഗ്ലീഷിലെ 2 ലെറ്റർ ആണത്. അവൻ എച്ചി ആവുന്നത് എപ്പോൾ? ഐ അല്ല, പറയരുത്. അവൻ എച്ചി ആവുന്നത് എപ്പോൾ? HE കറക്റ്റ് ആൻസർ ആണ്. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയി ആരാ? ഉറക്കെ പറയൂ. നൗറി. എങ്ങനെയുണ്ടായിരുന്നു പ്രോഗ്രാം? ഇഷ്ടപ്പെട്ടു. വലിയ കേട്ടില്ല എന്നുള്ള അർത്ഥത്തില്. അപ്പോൾ ഇന്നത്തെ ഇൻഷുറൻസ് പ്രോഗ്രാമിന്റെ വിജയിയായി പ്രഖ്യാപിച്ചിരിക്കുന്നത് നൗറിയാണ്. നൗറിക്ക് സമ്മാനം നൽകുന്നതിന് വേണ്ടി പോത്തൻകോട് ഏരിയ റിപ്പോർട്ടറായ മഹേഷ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ഇൻഷുറൻസിന്റെ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണും. അതുവരെ ബൈ ബൈ. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 2024. വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആശ്രയ സമ്മാന പെരുമഴയുടെ സീസൺ 2 2024 ഓഗസ്റ്റ് 25 ഞായറാഴ്ച പ്രമുഖരുടെ സാന്നിധ്യത്തിൽ തിരിതെളിയിക്കുന്നു. ആശ്രയ സമ്മാന പെരുമഴ സീസൺ 1-ൽ വിഘ്നേശ്വര ഗ്രാനൈറ്റ്സ് ഉടമയും ഹ്യൂമൻ റൈറ്റ്സ് കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ അംഗവുമായ ശ്രീ ഹർഷകുമാറും കുടുംബവും സൗജന്യമായി നൽകിയ ഭൂമിയിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ഭവനരഹിതർക്കുള്ള ഭൂമിദാനത്തിന്റെ രേഖ കൈമാറുന്നു. അതോടൊപ്പം ഭാരതത്തിൽ ഉടനീളം ഭവനരഹിതരായ 100 പേരെ കണ്ടെത്തി വീട് നിർമ്മിച്ചു നൽകുന്നതിനുള്ള ഭാരിച്ച ഉത്തരവാദിത്വവും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2-ൽ ഏറ്റെടുക്കുന്നു. VMTV ന്യൂസ് ചാനലിൽ പരസ്യം നൽകുന്നതോടൊപ്പം നിങ്ങൾ ഈ കാരുണ്യ പ്രവൃത്തിയിൽ പങ്കാളികളാവുകയും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഭാഗമാകണമെന്നും ഭാരതത്തിന്റെ മണ്ണിൽ ഭവനരഹിതർ ഉണ്ടാകരുതെന്നും ഒപ്പം ചികിത്സയും മരുന്നും അന്നവും വസ്ത്രവും തൊഴിലും ലഭ്യമാക്കണം എന്നുമുള്ള ഉറച്ച പ്രാർത്ഥനയോടുകൂടി വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും VMTV ന്യൂസ് ചാനലും ആശ്രയ സമ്മാന പെരുമഴ സീസൺ 2 എന്ന പേരിൽ ജനസമക്ഷം ഇറങ്ങി തിരിച്ചിരിക്കുന്നു. ഭാരതത്തിലെ എല്ലാ പൗരന്മാർക്കും അത്താണി ഒരുക്കുന്നതുവരെ സത്യവും വ്യക്തവും കൃത്യവുമായി എന്നും എപ്പോഴും VMTV ന്യൂസ് ചാനലും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റും നിങ്ങൾക്കൊപ്പം.